സർവ്വമേഖലയിലും പരാജയപ്പെട്ടൊരു സർക്കാരിനെ ജാഥയുടെ ആദ്യ ദിവസം തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു പുതുയുഗ യാത്രയിൽ ഓരോ UDF നേതാക്കളുടെയും പ്രസംഗം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ഒരു യാത്രയായി മാറിയത് അങ്ങനെയാണ്. അതേസമയം LDFന്റെ 3 യാത്രകൾ കേരളത്തിന്റെ 3 മേഖലകളിൽ നിന്നായി ആരംഭിച്ച് ഒരു ചടങ്ങ് പോലെ മുന്നോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഈ 3 ജാഥകളും ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന ദിവസം ഒന്ന് പൊലിപ്പിച്ചും മുഖ്യമന്ത്രി ചില വിവാദ പ്രസ്താവനകൾ നടത്തിയും ശ്രദ്ധ നേടാൻ നോക്കുന്നതല്ലാതെ പിന്നെ അങ്ങോട്ട് ആളില്ലാത്ത കസേരകൾ നോക്കി പ്രസംഗിച്ച് പോകുകയാണ് നേതാക്കൾ ചെയ്യുന്നത്. വടക്കൻ മേഖല നയിക്കുന്ന CPM സെക്രട്ടറി MV ഗോവിന്ദന്, അതും തൻ്റെ ജില്ലയും മുഖ്യമന്ത്രിയുടെ ജില്ലയും ഒക്കെയായ പാർട്ടിയുടെ തറവാട് എന്ന് പറയുന്ന കണ്ണൂരിൽ പോലും ആളില്ലാത്തത് കൊണ്ട് 200 ബംഗാളികളെ ഇറക്കിയാണ് പരിപാടി നടത്തിയത്. ഇതിനപ്പുറം ആളില്ലാത്തതിനെ കുറിച്ച് വിവരിക്കാൻ ഞാൻ തയ്യാറല്ല. ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പുതുയുഗ യാത്രയിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി തന്നെ ചെറിയ പ്രസംഗത്തിൽ പറഞ്ഞ ചില പോയിന്റുകൾ കേരളം ഏറ്റെടുത്ത മട്ടാണ്. അദ്ദേഹം ചെറിയ സമയത്തിനുള്ളിൽ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ടത് പൊന്നുകട്ട പൊന്നുമക്കളെ, നിങ്ങൾക്കിനിവിടെ മാപ്പില്ല എന്നും ഇവിടെ തുടരാനാവില്ല എന്നുള്ളതുമാണ്. ജനകോടികൾ ആരാധിക്കുന്ന ഒരു ആരാധനാലയത്തിൽ പൊന്നുകക്കാൻ വേണ്ടി പോറ്റിയെ കെട്ടിയിറക്കിയതും അതിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജയിലിൽ നിന്നും ഇറക്കിയതും പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയാണെന്നും അതുകൊണ്ട് ആ ജനകോടികൾ മാപ്പു തരില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതാവാണ്. ഏത് വിശ്വാസമായാലും അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ മുസ്ലിം മതവും തള്ളിക്കളയുന്നു എന്നൊരു സന്ദേശമാണ് അദ്ദേഹം ഇന്നലെ കേരളത്തിന് നൽകിയത്. അതുപോലെ തന്നെ കേരളത്തിൽ പഠിക്കാനുള്ള സൗകര്യവുമില്ല, ജോലി നേടാനുള്ള അവസരവുമില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയ അതീവ ഗുരുതരമായ കാര്യങ്ങൾ വളരെ വ്യക്തമായി തുറന്നു കാട്ടുകയാണ് കുഞ്ഞാലിക്കുട്ടി ചെയ്തത്. അതോടെ കേരളത്തിലെ യുവാക്കൾക്ക് നല്ലൊരു സന്ദേശം കൂടി അദ്ദേഹം നൽകി. ഇതിനു മുൻപുള്ള UDF സർക്കാരിന്റെ ഭരണം നോക്കണമെന്നും യുവാക്കൾക്ക് വേണ്ടി എല്ലാം തങ്ങൾ കരുതി വച്ചിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ സാധാരണക്കാർ കേൾക്കുന്നത് പോലെയല്ല, ഭാവി ഇരുളടഞ്ഞു പോകും എന്നുള്ള ഒരു സന്ദേഹത്തിൽ നിൽക്കുന്ന യുവാക്കൾക്കത് സന്തോഷമാണ് പ്രതിഫലിച്ചത്. കാരണം ഒരു വർഷം ഏകദേശം 5 ലക്ഷത്തോളം കുട്ടികൾ +2 കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. എങ്കിലും അവർക്ക് ജോലി നേടാനായി പഠിക്കാൻ ഇവിടെ ഒന്നുമില്ല. അഥവാ പഠിച്ചാൽ തന്നെ ജോലി കിട്ടാനുള്ള കോഴ്സുകളും കുറവാണ് കേരളത്തിൽ. അങ്ങനെയുള്ളൊരു അവസ്ഥ വലിയ രീതിയിൽ കൂടി വന്നത് ഒരു 5-8 വർഷങ്ങൾക്ക് ഇങ്ങോട്ടാണ്. അതായത് ഈ പിണറായി ഭരണം കേരളത്തിൽ വന്നതിന് ശേഷം. എന്നാൽ എല്ലാ കുട്ടികൾക്കും, അല്ലെങ്കിൽ ഒരു 10% കുട്ടികൾക്ക് പോലും വിദേശത്ത് പോകാൻ അങ്ങനെ കഴിയില്ല. സാമ്പത്തികവും മറ്റു സാഹചര്യങ്ങളും അനുസരിച്ച് കുട്ടികൾക്ക് പോകാനാകാറില്ല. ബാക്കിയുള്ളവർ വലിയ നിരാശയിൽ ഇരിക്കുമ്പോഴാണ് വ്യവസായവും IT-യും കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ള ഒരു നേതാവ് യുവാക്കളോട് പേടിക്കാതിരിക്കാനും എല്ലാം ഞങ്ങൾ കരുതി വച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും കയ്യിലെടുത്തുകൊണ്ടായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി പുതുയുഗ യാത്രയ്ക്ക് മാറ്റുകൂട്ടിയത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഈ ജാഥ KCയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സെമി ഫൈനൽ ജയിച്ച ടീമിൻ്റെതാണ്. ജനങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ കാണാൻ ധാരാളം ആള് വമ്പിച്ച ജനക്കൂട്ടം ഇന്നിവിടെ വന്നു കൂടിയിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. ഫൈനൽ കാണാൻ ആണ് അത്. കാണികളോട്, ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിരാശപ്പെടേണ്ടി വരില്ല. കപ്പും കൊണ്ട് ഞങ്ങൾ പോവും, യാതൊരു സംശയവും. ഇതിന് മുമ്പിലൊരു ജാഥാട് പോയിരുന്നു. കാര്യമായിട്ട് കണ്ടത് ബംഗാളിൽ നിന്ന് വന്നവരെയാണ്. യാത്രയിലൊക്കെ കണ്ടത് അവരെയാണ്. കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ ആളില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവര് അനുഭവിക്കുന്നുണ്ട്. എങ്ങനെ ആളുണ്ടാവുക? എല്ലാം ഓർക്കാമായിരുന്നു, പക്ഷെ അത് ഓർക്കാൻ പറ്റില്ല. ഏതാത് അയ്യപ്പന്റെ പൊന്നു കൊണ്ടുപോയത് പൊറുക്കാൻ കഴിയൂല. പൊന്നു മക്കളെ, അത് ഈ കേരളത്തിലെ ജനങ്ങൾ മാത്രം ഒന്നല്ല ഒന്നിലധികം പ്രാവശ്യം ഇതിനു മുമ്പും പരമ്പരാഗതമായുള്ള ജനങ്ങൾ ആദരിക്കുന്ന അയ്യപ്പ നിന്ദ ഉണ്ടായപ്പോൾ പാർലമെന്റ് ഇലക്ഷനിൽ പ്രതികരിച്ചു. ഇപ്പൊ വീണ്ടും ഈ അസംബ്ലി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചു. നേരത്തെ ഇവിടെ വന്നപ്പോൾ ശ്രീ മുരളീധരൻ പ്രസംഗിക്കുന്നത് കേട്ടു. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട്
ഇനി നമുക്കൊന്ന് മാറ്റി പാടാം പോറ്റിയെ ഇറക്കിയേ എന്ന് പാടേണ്ട സ്ഥിതിയായി. എന്തൊരു ക്രൂരതയാണ്! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു ഇത്രയൊക്കെ ചെയ്യാവൂ. ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്, മുമ്പ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ആളുകളുണ്ട്. ശ്രീ സതീശൻ ഈ ജാഥയുടെ ക്യാപ്റ്റൻ 10-25 വർഷകാലം അസംബ്ലിയിൽ ഇരുന്ന ആളാണ്. എല്ലാം വളരെ പ്രാഗൽഭ്യത്തോടു കൂടി പറയുന്ന ആളാണ്. ആർക്കാ തിരിയാത്തത്? ആർക്കാ മനസ്സിലാവാത്തത്? നിങ്ങളത് ഒതുക്കി തീർക്കുകയാണ് എന്നുള്ളത്. ആ ഒതുക്കി തീർക്കുന്ന വിദ്യയാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലൊരു പുതിയ യുഗം പിറക്കുക തന്നെ വേണം. എല്ലാം ബുദ്ധിമുട്ടിലാണ്, ജനങ്ങൾ മൊത്തം ബുദ്ധിമുട്ടിലാണ്. കാസില്ല. നിയമസഭയിലൊക്കെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. വല്ലതിനും വല്ല മറുപടിയുണ്ടോ? ഞങ്ങൾ ഭരിച്ചിരുന്ന, ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന, ആന്റണി ഭരിച്ചിരുന്ന, ഞങ്ങളുടെ UDF ഗവൺമെന്റുകൾ ഭരിച്ചിരുന്നപ്പോ ഞങ്ങളുടെ നേട്ടങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷെ 10 കൊല്ലം കഴിയുമ്പോൾ ഞാൻ അസംബ്ലിയിൽ എണീറ്റെന്ന് ചോദിച്ചു, ചൂണ്ടിക്കാണിക്കാൻ എന്തെങ്കിലും ഒന്നുണ്ടോ? ഞങ്ങളതല്ലാതെ നിങ്ങളതായി നിങ്ങൾ ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു അടയാളം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചേമ്പ് വായി കുടുങ്ങിയതുപോലെ ബബ്ബാറിനെ അവിടെ അവസാനിപ്പിച്ചു. മറുപടി ഉണ്ടായി. അപ്പൊ ഇതാണ് കേരളത്തിലെ ഒരു പുതുയുഗ പിറവി ആവശ്യം. ഈ സ്റ്റേറ്റ് ഇങ്ങനെ പോകാൻ പാടില്ല. ഇവിടുന്ന് കുട്ടികൾ നാട് വിടുകയാണ്, പഠിക്കാൻ ഇവിടെ നിൽക്കുന്നില്ല. എങ്ങനെ നിൽക്കും? നേരത്തെ ഇവിടെ KC ഉദ്ഘാടന പ്രസംഗത്ത് പറഞ്ഞില്ലേ, വിദ്യാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ ഒക്കെ നടക്കുന്ന കാര്യം. അവിടെ എങ്ങനെ പുതിയ തലമുറ നിൽക്കും? അവർക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായ ക്യാമ്പസ് വേണം, പഠിപ്പ് വേണം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ പരിപാടിയുണ്ട്, ചെയ്ത് കാണിച്ചു തരാം. UDF വന്നാൽ മലയോര കർഷകർ അവർക്കറിയാം, ദിവസം ആന ചവിട്ടിക്കൊല്ലുക, സിംഹം പിടിക്കുക, പുലി പിടിക്കുക, അങ്ങാടി കൂടി ആട് പോകുന്ന പോലെ ആന മേഞ്ഞു നടക്കുക. ഇന്നതൊരു വാർത്തയല്ലാതായി മാറി. ഇത് ഈ കേരളത്തെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ പരിപാടിയുണ്ട്. പണമില്ല എന്ന് പറയുന്നു, പണമുണ്ടാവും. അതിന് ഉള്ള കഴിവ് ഞങ്ങൾ പ്രകടിപ്പിക്കും. അങ്ങനെ ഓരോന്നും എടുത്തോളൂ, തീരദേശം എടുത്തോളൂ, നാടെടുത്തോളൂ, എല്ലാ കാര്യങ്ങളിലും ഞങ്ങളിവിടെ ഭരിച്ചതല്ലേ. അന്നൊന്നും സാധിക്കാത്തത്, അന്നൊന്നും ഇല്ലാത്ത ദാരിദ്ര്യം ഇവിടെ എങ്ങനെ വന്നു? അന്നൊന്നുമില്ലാത്ത ഈ പാപ്പറായ കേരളം, ഒന്നും ചെയ്യാൻ പറ്റാത്ത കേരളം, ഇതിന്റെ ഖജനാവ് എങ്ങനെ ഇങ്ങനെ കാലിയായി? ഏതിനെയൊക്കെയാണ് ചോരുന്നത്? ഞാനിപ്പോ ഈ സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഒരുപാട് പറയേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ ഘടകകക്ഷി നേതാക്കന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ ഉറപ്പിച്ച് പറയുന്നു, സെമി ഫൈനൽ ജയിച്ചെങ്കിൽ ഫൈനലിൽ ഞങ്ങൾ കപ്പടിക്കും. കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും. പുതുയുഗ പിറവി ഉണ്ടാവും. പുതിയൊരു യുഗം പിറക്കണം. ശ്രീ സതീശൻ ഈ ജാഥ നയിക്കുന്നത് അതിന് തന്നെയാണ്. കേരളീയർക്ക്, അവരുടെ കുട്ടികൾക്ക്, അവരുടെ ഭാവി തലമുറക്ക്, അതുപോലെ തന്നെ ഈ മലയാളി ഇന്ത്യയിൽ ഏറ്റവും ലിറ്ററേറ്റായ, ഏറ്റവും എഡ്യൂക്കേറ്റഡായ, ഏറ്റവും അധികം ലോകത്ത് നിറഞ്ഞ് എല്ലാ കഴിവും പ്രകടിപ്പിക്കുന്ന മലയാളികൾക്ക് ഈ 10 വർഷം കണ്ട ഭരണം അത് അവർ അർഹിക്കുന്നില്ല, അവർക്ക് പറ്റൂല. അതുകൊണ്ട് തന്നെ കാത്തിരുന്നോളി. നിങ്ങളുടെ ടൈം അവസാനിപ്പിച്ചിരിക്കുന്നു, നിങ്ങളെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങളുടെ സമയമാണ്. യാഥാർത്ഥ്യം എത്തുമ്പോൾ അത് കഴിഞ്ഞ് അധികം വൈകാതെ നിങ്ങൾക്കത് മനസ്സിലാവും. എല്ലാവിധ ആശംസകളും. ജയ് ഹിന്ദ്.